ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് നീതു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാട്ടോ. അതായത് നമ്മുടെ എല്ലാ കേക്ക്സിനും പറ്റുന്ന ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് റെഡിയാക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വാച്ച് ചെയ്യുന്നവർ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. മൈദ എടുക്കുമ്പോൾ കുത്തി നിറച്ചെടുക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സ്പൂണിൻ്റെ അടുത്ത് അല്പാൽപമായിട്ട് നമുക്ക് കപ്പിലോട്ടിടാം. കപ്പ് ഞാൻ 250 ml കപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 200 ml കപ്പാണെങ്കിലും അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. അതനുസരിച്ച് മറ്റെല്ലാ അളവുകളും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനുള്ളിൽ നിന്ന് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് പകരമായിട്ട് നമ്മൾ ചോക്ലേറ്റ് പൗഡറാണ് ചേർക്കുന്നത്. അതായത് കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നു. 3 ടേബിൾ സ്പൂൺ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ അളവ് ക്രമീകരിക്കുന്നത്. കൊക്കോ പൗഡർ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. ഡാർക്ക് ആണെങ്കിൽ 3, ഡാർക്ക് അല്ല ലൈറ്റ് കളറാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ നമുക്ക് കൊക്കോ പൗഡർ ഇവിടെ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ള കൊക്കോ പൗഡർ ഇപ്പോൾ ഇത് ഡാർക്ക് കളർ ആയതുകൊണ്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. അതിനുശേഷം അത് അരിപ്പയിലോട്ട് നമുക്ക് മാറ്റാം. നമുക്കിതിലോട്ട് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അത് 1 ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ഇതും കുത്തി നിറച്ചെടുക്കരുത്, കറക്റ്റ് വടിച്ച് നമ്മൾ അളവ് ക്രമീകരിച്ചതിന് ശേഷം സോഡ 1/4 ടീസ്പൂൺ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സോൾട്ട് അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. 3-4 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. തരങ്ങളുള്ളത് കൊണ്ടല്ല നമ്മളിവിടെ അരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. മൈദയും കൊക്കോ പൗഡറും ഇതിൻ്റെ എല്ലാം മിക്സ് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-4 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി ഒരു സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് ക്ലീൻ ആയിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗൾ വൃത്തിയായിട്ട് തുടച്ചിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റായി കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ബീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ നമുക്ക് മുട്ട ഇട്ടതിന് ശേഷം തന്നെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം 1-2 ഷുഗർ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ നമുക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കിട്ടുന്നതാണ്. അത് അല്പാൽപമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ നമ്പർ 1 ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ഷുഗർ മുട്ടയും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്രാജുവലി ഈ ബീറ്റർ ഒരു 2-ലോട്ടോ 3-ലോട്ടോ ഗ്രാജുവലി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ മുട്ടയും ഈ പഞ്ചസാരയും ഉള്ള ഈ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഇത് സ്മൂത്തായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യാനും പാടില്ല. എന്നാൽ അതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ മാറി ഒരു വൈറ്റ് ഫോമിലോട്ട് ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ബീറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ വേഗതയുടെ അനുസരിച്ചാണ് നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം ബീറ്റ് ചെയ്ത് എളുപ്പത്തിൽ കിട്ടുന്നത് കേട്ടോ. അത് സ്ലോയിലാണ് നമ്മൾ ചെയ്തതെങ്കിൽ സ്ലോ ആയിട്ടാണ് അത് ബീറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് സ്പീഡിന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാകും. പിന്നെ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തെടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ബീറ്റർ നമ്പർ 1 ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫ്ലോർ ആഡ് ചെയ്യാം. ഫ്ലോറും അതുപോലെ തന്നെ അല്പാൽപമായിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലോക്ക് വൈസ് മെത്തേഡിലോ ആൻറ്റി ക്ലോക്ക് വൈസ് മെത്തേഡിലോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് സ്ലോയിലും ഓരോ ഡയറക്ഷനിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ചോക്ലേറ്റ് സ്പഞ്ച് അല്ലെങ്കിൽ വാനില സ്പഞ്ച് ബേസ് നമ്മൾ ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ക്രീം എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് കുറച്ച് പാടായിട്ടുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കും. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ചെറു ചൂടുള്ള പാലാണ്. പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. പാൽ തന്നെ ഒഴിക്കണം നിർബന്ധമില്ല. ലാസ്റ്റ് നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് തോന്നുമായിരിക്കാം. ലൂസുമായിട്ട് തോന്നുന്നു എങ്കിലും അത് ബേക്ക് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ശരിയായ രീതിയിൽ നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം ലൂസാണ് എന്ന് കരുതി നമ്മൾ കുറേ മൈദ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ കൊക്കോ പൗഡർ ആഡ് ചെയ്യുകയോ പിന്നീട് ചെയ്യരുത്.
ഇനി നമുക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ടിന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബട്ടർ പേപ്പർ വെക്കാവുന്നതാണ്, 2 പീസ് സൈഡിൽ വെക്കാവുന്നതാണ്. അതൊക്കെ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓവൻ സെറ്റപ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. ഈ ബാറ്റർ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം നന്നായിട്ട് ഇതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ഒരു സ്ക്വയർ എടുത്ത് നന്നായിട്ട് എയർ ബബിൾസ് എല്ലാം കളയണം. ടാപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 10-15 പ്രാവശ്യം ടാപ്പ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ സ്ക്വയർ യൂസ് ചെയ്യുന്നത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോല് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരുവത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ടിന്ന്, അതായത് ബേക്കിംഗ് ടിന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയമോ ലോയിലോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടെങ്കിൽ കത്തിപ്പോകും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 25 to 30 മിനിറ്റ്സാണ് നമുക്കിത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കേക്കുകളും ഞാൻ ഓവൻ സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ 300-400ഓളം കേക്കുകൾ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഓവൻ ഇല്ല എന്ന് കരുതി ആരും സെയിൽ ചെയ്യാണ്ടിരിക്കരുത്. ആർക്ക് വേണമെങ്കിലും കേക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓവൻ ഇല്ലാതെ ഓവൻ സെറ്റപ്പിൽ. അപ്പം കേക്കിൻ്റെ ടേസ്റ്റിനോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. എല്ലാ കസ്റ്റമറും എന്നോട് നല്ലതാണെന്നുള്ള അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.